കേരളം ഇന്ന് നിൽക്കുന്നത് ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുവരുന്ന LDF UDF മുന്നണികളുടെ മാറി മാറിയുള്ള ഭരണം കേരളത്തിന് യഥാർത്ഥത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? അഴിമതിയും കടക്കെണിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ശബ്ദം ഇത്തവണ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട്. ഞാൻ വിവിധ റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മന്ത്രിമാരായ MP രാജേഷ്, വീണ ജോർജ്, R ബിന്ദു തുടങ്ങിയ പ്രമുഖർ സ്വന്തം തടകങ്ങളിൽ പോലും ഇത്തവണ പതറുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം മാത്രമല്ല, അത് മാറ്റത്തിന് വേണ്ടിയുള്ള കേരളത്തിന്റെ ദാഹമാണ്. പക്ഷേ ഈ മാറ്റം ആർക്ക് വേണ്ടിയാണ്? ഇടതുപക്ഷത്തോടുള്ള ദേഷ്യം കൊണ്ട് മാത്രം UDFന് വോട്ട് നൽകി വീണ്ടും പഴയ പടുകുഴിയിലേക്ക് വീഴാൻ കേരളം തയ്യാറാണോ? അതോ വികസനത്തിന്റെ പുതിയൊരു ദേശീയ പാതയിലൂടെ സഞ്ചരിക്കാൻ കേരളം മനസ്സ് മാറ്റുകയാണോ? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ കുറിച്ചാണ്. മന്ത്രിമാരുടെ തോൽവി ഉറപ്പാക്കുന്ന ഘടകങ്ങളിൽ എന്തൊക്കെയാണ്? മോദി ഭരണത്തിന് കീഴിൽ ഭാരതം കൈവരിക്കുന്ന നേട്ടങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു? നിശബ്ദമായ ഒരു തരംഗം കേരളത്തിൽ രൂപപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഈ വിശകലനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന രാഷ്ട്രീയ സത്യങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം വിലയിരുത്തിയാൽ ഭരണവിരുദ്ധ വികാരം എന്നതൊരു സ്വാഭാവിക തരംഗമായി മാറിയിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഞാൻ പറയാം. അതായത്, ഒന്നാമത് സാമ്പത്തിക തകർച്ചയും ശ്വാസം മുട്ടുന്ന ഖജനാവുമാണ്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിധം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നതും, KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും കാരണം കേരളം ഇന്ന് കടക്കണിയിലാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതത്തെക്കുറിച്ച് കള്ളം പറഞ്ഞ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ സ്വന്തം നികുതി പിരിവിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് മറുപടി പറയുന്നുമില്ല. അടുത്തത് അഴിമതിയും മാസപ്പടി വിവാദവും അതുപോലെ തന്നെ ശബരിമല കൊള്ളയൊക്കെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് നീളുന്ന അഴിമതി ആരോപണങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർത്തു. കരിമണൽ ഖനനം മുതൽ ലൈഫ് മിഷൻ വരെ നീളുന്ന വിവാദങ്ങൾ സാധാരണക്കാരുടെ വോട്ടിൽ പ്രതിഫലിക്കും. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവർ ഇന്ന് അഴിമതിയുടെ സംരക്ഷകരായി മാറിയിരിക്കുകയാണ്. അടുത്തത് ഏറ്റവും ഒടുവിലായി ക്രമസമാധാന തകർച്ചയും SFI ഗുണ്ടായിസവും ഒക്കെയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന അക്രമങ്ങൾ രക്ഷിതാക്കളെ ഭീതിയിലാഴ്ത്തുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണമൊക്കെ ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ കൂടി അത് കേരളത്തിന്റെ മനസാക്ഷിയെ ഉലച്ച ഒന്നാണ്. ഇപ്പോഴും കേരളത്തിലെ സാധാരണക്കാർ ആ ഒരു സാധുവിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന CPM അണികൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നു എന്ന പരാതി വ്യാപകമാണ്. നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ 3 പ്രമുഖ മന്ത്രിമാരുടെ നില പരുങ്ങലിലാണ്. നമുക്ക് അവരെ ഓരോരുത്തരായി പരിശോധിക്കാം. ഒന്ന്, MP രാജേഷ്. സ്പീക്കർ പദവിയിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ രാജേഷിന് വലിയ പ്രതീക്ഷകൾ നൽകാനായി. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. കെട്ടിട നികുതി വർധനവ് മുതൽ മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകൾ വരെ തൃത്താലയിലെ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അടുത്തത്, വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ രാജേഷിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അടുത്തത് മന്ത്രി വീണ ജോർജ് ആണ്. ആറന്മുളയിൽ ആരോഗ്യ വകുപ്പിന്റെ പരാജയം കേരളം നേരിൽ കണ്ടു. ടീച്ചർ ഭരിച്ചപ്പോൾ എന്തായിരുന്നു? ടീച്ചറിനെ മാറ്റി ഇങ്ങനെയൊരു വ്യക്തി കടന്നു വന്നപ്പോൾ പിന്നീട് ആരോഗ്യ വകുപ്പ് ശ്വാസം മുട്ടുകയാണ്. ആശുപത്രിയിൽ മരുന്നില്ലാത്ത അവസ്ഥ, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ കഴിയുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ BJPയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചത് വീണ ജോർജിനെ ഭയപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ മുൻകാല ചരിത്രവും ഭരണപരമായ പരാജയവും അവരെ തോൽവിയിലേക്ക് നയിക്കുമെന്നത് തീർച്ചയായും ഉറപ്പാണ്. അടുത്തത്, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു. വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയവൽക്കരണം പൂർണ്ണമായും നടപ്പിലാക്കിയ വ്യക്തിയാണ് R ബിന്ദു. സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി നേരിട്ട സർക്കാർ വിദ്യാഭ്യാസ നിലവാരം തകർത്തു കളഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കടൽ കടക്കുകയാണ്. ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയ പകപോക്കലിനല്ല. BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ ഇവിടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത് ഇടതിന്റെ അടിത്തറ ഇളക്കുന്നു. മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന UDF തരംഗം യഥാർത്ഥത്തിൽ ഒരു മിഥ്യയാണ്. കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഇടതിനെ പുറത്താക്കാൻ വലതിനെ കൊണ്ടുവന്നാൽ അത് ചട്ടിക്കകത്ത് നിന്ന് അടുപ്പിലേക്ക് വീഴുന്നത് പോലെ ആകുമെന്നാണ്. അതായത് വറചട്ടിയിൽ നിന്നും എഴുതിയിലേക്ക് എന്നൊരു ചൊല്ലുണ്ട്. കോൺഗ്രസ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ തടവറയിലാണ്. കേരളത്തിലെ ക്രൈസ്തവ സമുദായം കോൺഗ്രസിനെ കൈവിട്ടു തുടങ്ങി.
അവർക്ക് ഇന്ന് വികസനമാണ് പ്രധാനം. കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രമായ വികസന പദ്ധതികൾ ക്രൈസ്തവ സമുദായത്തെ BJPയോട് അടുപ്പിച്ചു. അതുകൊണ്ട് തന്നെ UDFന് ലഭിക്കുമെന്ന് കരുതുന്ന വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് പോകാൻ തീർച്ചയായും സാധ്യത കൂടുതലാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന LDF UDF അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം അതിർത്തി വീട്ടിലവർ മച്ചാ ബന്ധുവാണ്. കേരളം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് ഏക പരിഹാരം ഒരു ദേശീയ ബദൽ മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം പരിശോധിച്ചാൽ കേരളത്തിന് അന്ന് നൽകിയ നേട്ടങ്ങൾ വിസ്മരിക്കാനാകില്ല. ഒന്നാമത് ദേശീയപാത വികസനം. കേരളം മുറിച്ചു കടക്കാൻ ഒരു ദിവസം എടുത്തിരുന്ന കാലം മാറി. ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ കേരളത്തിൽ ഉയരുന്നത് മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അടുത്തത് വന്ദേ ഭാരത് ട്രെയിനുകൾ. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വന്ദേ ഭാരത് ജനങ്ങളുടെ യാത്രാ രീതിയെ തന്നെ മാറ്റിമറിച്ചു. പിന്നെ ജൽജീവൻ മിഷൻ. ഓരോ മലയാളികളുടെ വീട്ടിലും പൈപ്പിലൂടെ വെള്ളം എത്തുന്നത് കേന്ദ്ര പദ്ധതിയിലൂടെയാണ്. ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്ക് സത്യം അറിയാം. പിന്നെ PM കിസാൻ സമ്മാൻ നിധി. കേരളത്തിലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന പദ്ധതിയാണത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ കർഷകരെ BJPയോട് അടുപ്പിച്ചു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ന്യൂനപക്ഷ സമുദായങ്ങളുടെ, പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ നിലപാടിലുണ്ടായ മാറ്റമാണ്. അവർ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. മതപരമായ വിദ്വേഷത്തിനപ്പുറം രാജ്യത്തിന്റെ വികസനത്തിന് ആര് നേതൃത്വം നൽകും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ക്രൈസ്തവ മേഖലകളിൽ BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തവണ വലിയ ചലനം സൃഷ്ടിക്കും. ഇത് LDFന്റെയും UDFന്റെയും ഉറക്കം കെടുത്തുന്ന ഘടകമാണ്. കേരളം മാറുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കേവലം ഒരു MLAയെയോ അല്ലെങ്കിൽ MP യെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നല്ല. ഇത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമാണ്. കേരളത്തിലെ ജനങ്ങളുടെ തിരിച്ചറിവിന്റെ കാലമാണ്. അഴിമതിക്കാരെയും അക്രമകാരികളെയും സംരക്ഷിക്കുന്ന മന്ത്രിമാരെ പുറത്താക്കാനായി ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ ആ വോട്ടുകൾ പാഴായി പോകാനും പാടില്ല. കേരളത്തിന്റെ വികസനം കേന്ദ്ര സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, ഒരു നേതൃത്വത്തെയാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഇടതും വലതും തമ്മിലുള്ള ഒത്തുകളിക്ക് അന്ത്യം കുറിക്കാനായി. അതിനുള്ള സമയം അടുത്തു കഴിഞ്ഞു. അഴിമതി മുക്തമായ, വികസനത്തിന് പ്രാധാന്യം നൽകുന്ന, സുരക്ഷിതമായ ഒരു കേരളത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കണം. എന്തായാലും മോദി ഭരണത്തിന്റെ വികസന രാഷ്ട്രീയത്തോടൊപ്പം കേരളവും ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.